രാജ്യസഭാ സീറ്റ് LDFിൽ ചർച്ച മുറുകുന്നു. രാജ്യസഭാംഗത്വ കാലാവധി അവസാനിക്കുന്ന കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിക്ക് ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി നൽകിയേക്കും എന്ന സൂചന. രണ്ടാം സീറ്റ് CPIക്ക് തന്നെ നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാജ്യസഭയിലേക്ക് 3 അംഗങ്ങളുടെ ഒഴിവാണ് ജൂലൈ 1 ഉണ്ടാകുന്നത്. CPMലെ ഇളമരം കരീം, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരാണ് വിരമിക്കുന്നത്. ഇതിൽ നിയമസഭയിലെ കക്ഷിബലം അനുസരിച്ച് 2 സീറ്റുകളിൽ LDFിന് വിജയിക്കാനാകും. 1 സീറ്റ് UDFിനും ലഭിക്കും. LDFിൽ 1 സീറ്റ് CPM എടുക്കും. ശേഷിക്കുന്ന 1 സീറ്റിനായിട്ടാണ് CPIയും കേരള കോൺഗ്രസും NCPയും RJDയും മത്സരിക്കുന്നു. ഇതോടെ രണ്ടാം സീറ്റ് CPI തന്നെ നേടിയെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. LDFിൻ്റെ രീതി അനുസരിച്ച് നാളിതുവരെ 2 സീറ്റുകൾ വന്നാൽ അതിൽ 1 CPIക്കെന്നുള്ളതാണ് രീതി.